പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്താൽ എന്നേക്കുമാമേ. സർവ്വസകലമായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെപ്പോലെ ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കാര്യങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് പ്രവേശിക്കുകയും വരുന്നത് ഞങ്ങളെ വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമേ, ഈ വാദച്ചടങ്ങിന് പോകുന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. അതുപോലെ തന്നെ വധുവിൻ്റെ വീട്ടുകാരെയും അനുഗ്രഹിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എന്നേക്കും. ആമേൻ. रह नहीं सकूं मैं बिन तुम्हारे, तुम मेरे क्या हो। जानते हो मेरे राज सारे, तुम मेरे क्या हो। नींदों में जो रहूं मैं, करवटे जो लूं मैं, चादर उड़ाते हो तुम ठीक से। चुप अगर रहूं मैं, कुछ भी ना कहूं मैं, सब जान लेते मुझे देख के। जाने ना कैसे कुछ भी नहीं हो के सब मेरा तुम ही हो। तुम मेरे क्या हो। जाने ना कैसे कुछ भी नहीं हो के सब मेरा तुम ही हो। तुम मेरे क्या हो। तुझको रोजाना देखूं फिर भी तो हर पल नया सा लगे है। अब उम्र सारी रहना चाहूं जहां मैं, तू ही वो जगह है। जिस भी और तू हो उस तरफ चलूं तो पैरों की पहली धड़कन बढ़े। बस में मेरे जो हो कुछ भी बन सकूं तो हर जिंदगी में तेरे ही बने। जाने ना कैसे कुछ भी नहीं हो के सब मेरा तुम ही हो। तुम मेरे क्या हो। जाने ना कैसे कुछ भी नहीं हो के सब मेरा तुम ही हो। तुम मेरे क्या हो। I want to learn just how to love. I want to listen, I've had enough. I want to die, I want to live. I want a vision, I need this. I need this.
അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് വേണം പള്ളിയകത്ത് ഇരിക്കാനാണ്. സംസാരിക്കാനോ മറ്റേ തമാശ പറയാനുള്ള സ്ഥലം പള്ളിക്ക് പുറത്താണ് നോക്കുക. പള്ളിക്ക് പുറത്ത് നിങ്ങൾ സംസാരിക്കുന്നത് പള്ളിയകത്ത് സംസാരിക്കുക. സ്നേഹത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റുഡോൾഫിന്റെയും വർഷയുടെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് മണവാളനോട് മണവാട്ടിയോട് ഒരിക്കൽ കൂടി സമ്മതം ചോദിച്ച് നിങ്ങൾ സമ്മതിച്ചെങ്കിൽ മാത്രമേ അച്ഛൻ്റെ വിവാഹ ശുശ്രൂഷ ആരംഭിക്കുള്ളൂ. മാർത്തോമാ സ്ലീഹാപ്പള്ളിയുടെ വക പരേതനായ വേലിങ്കൽ ബാബുവിന്റെയും റൂബിയുടെയും മകൻ റുഡോൾഫ് ഈ ബാബു. ഇതേ ലോകയിലെ തെരഞ്ഞെടുപ്പിൽ ഷാജി എംപിയുടെയും മത്സര ഷാജിയുടെയും മകൻ വർഷ എം ഷാജിയെ വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. തോമസ് ലീഹപ്പള്ളിയുടെ വക മുരുക്കൻ തോട്ടത്തിൽ ഷാജി എംപിയുടെയും വത്സല ഷാജിയുടെയും മകൻ വർഷ എം ഷാജി. ഇതേ ലോകയിലെ പരേതനായ വേലിങ്കൽ ബാബുവിന്റെയും റൂബി ബാബുവിന്റെയും മകൻ റുഡോൾഫ് ബി ബാബുവിനെ വിവാഹം കഴിക്കുവാൻ സമ്മതമാണ്. റുഡോൾഫും വർഷയും ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരിക്കുകയാണ്. അതിനാൽ വിവാഹ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. ഈ ദിനത്തിലും വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഉത്തമമായ കടമകളെ പരസ്പരം നിർവഹിച്ചു കൊള്ളാമെന്ന് ഈ ദമ്പതികൾ ഇവിടെ പുരുഷൻ അവന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് മാരിയോട് പറ്റിച്ചേരും. അവരിരുവരും ഒരു ദേഹമായി തീരും. പിന്നീട് രണ്ടല്ല ഏക ശരീരം തന്നെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നീയന്മാരും സൗഭാഗ്യവാന്മാരായ സ്ത്രീഹന്മാരും പുരോഹിതന്മാരുടെയും സമാശന്മാരുടെയും വിശ്വാസികളുടെയും ഒന്നിച്ചുള്ള സമൂഹവും ഇവിടെ ഇതിന് സാക്ഷികളായി തീരുന്നു. പരസ്പരം വലത്ത് കലയില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ പരിപൂർണരാക്കട്ടെ. അവിടുത്തെ സമാധാനവും ശാന്തിയും നിങ്ങളുടെ വാഴട്ടെ. നിങ്ങളുടെ ദാമ്പത്യത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തട്ടെ. നിങ്ങളെ താൻ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് പുത്രന്മാരെ നൽകട്ടെ. അക്രമികളായ മനുഷ്യരുടെയും മത്സരികരായ പിശാചുകളുടെയും തന്ത്രങ്ങളിൽ നിന്നും പാപകരമായ വികാരങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ കാക്കട്ടെ. നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങൾ സ്നേഹത്തിൽ ഏകയോഗമായി വർദ്ധിക്കുമാറാണ്. സൗഭാഗ്യവതിയായ മറിയത്തിന്റെയും യോഹന്നാൻ മാതാവിന്റെയും ഈയന്മാരുടെയും സ്ത്രീഹന്മാരുടെയും സഹോദരന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ദാമ്പത്യ പ്രതിജ്ഞയിൽ സ്ഥിരീകരിക്കുമാറാകട്ടെ. ആമേൻ. പൗരോഹിത്യത്തിന്റെ മധ്യസ്ഥതയാൽ നിയമാനുസരണം പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടുന്ന ഈ ദമ്പതികളുടെ മേൽ ദൈവികമായ ശക്തി ആവസിക്കട്ടെ. ഇവരൊരു ദേഹമായി തീരട്ടെ. സൃഷ്ടിക്കപ്പെട്ടവരുടെ സ്തുതി തനിക്ക് ആവശ്യമില്ലാത്ത സ്വയംഭൂമായ ദൈവമേ, അങ്ങേ കർത്തൃത്വത്തിന് ഉടങ്ങാത്ത സ്തുതി ഇന്നും എന്നും ഞങ്ങളുടെ സൃഷ്ടികളിൽ നിന്നും ഈ ദമ്പതികളിലേക്ക് കരയിക്കുമാറാകട്ടെ. സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവരേ, ഈ വിവാഹ ശുശ്രൂഷയുടെ വിശുദ്ധ ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങൾക്ക് തരുകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു
നമ്മോടുകൂടെ സമാധാനം. സന്തോഷിച്ചുള്ള
ഭാര്യയുടെ ഭർത്താവ് പറഞ്ഞയച്ചതായ യാസനെ ആരാധനായ ലോകത്തിലേക്കുള്ളവരെയും കുട്ടിക്രമപ്പെടുത്തി കൊടുത്തതായ കർത്താവേ, ഭക്തരായ ദൂരന്മാരുടെ ദാമ്പത്യ ജീവിതപാതയും കുട്ടിക്രമപ്പെടുത്തി കൊടുക്കണമേ. ഈശ്വരനെ കർത്താവിനാൽ തയ്യാറാക്കപ്പെടുന്ന കർത്താവിന്റെ വഴിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവരുടെ സഹായം തുണയും കർത്താവ് തന്നെയാകുന്നു. ഇവരെ അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികളാക്കണമേ. വിശുദ്ധ സ്നേഹന്മാരുടെയും സത്യം പ്രസംഗിച്ച പരിശുദ്ധ മലബാർമാരുടെയും മിശിഹായിലുള്ള സ്നേഹത്തിനാണ് നിമിത്തം സർവ്വവിധ പീഡനങ്ങളും അനുഭവിച്ച് രക്തസാക്ഷിത്വം സ്വീകരിച്ച വിശുദ്ധ സഹോദരന്മാരുടെയും പ്രാർത്ഥനകളാൽ അങ്ങേ ഭക്തരായ ദമ്പതികൾ കാത്തുകൊള്ളപ്പെടണമേ. ആമേൻ. ക്രിസ്തീയ ജനത്തിൽ നടന്നു വരുന്ന വിവാഹകർമ്മം മനോഹരമാകുന്നു. അതിൽ പുരോഹിതൻ മധ്യസ്ഥത വഹിക്കണം. വിവാഹമോചനം അതിൽ ദാമ്പത്യ സത്യപ്രതിജ്ഞയുടെ പ്രതീകമാകുന്നു. ദിവ്യരക്ഷകന്റെ വിലാപനത്തിൽ നിന്നും ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയും പ്രതിനിധീകരിക്കുന്ന വീഞ്ഞും വെള്ളവും കലർത്തിയ ക്യാസായി അതിൽ നിർമ്മിച്ചിരിക്കുന്നു. ജീവനുള്ള സാക്ഷിയായ സ്ത്രീയുമായും അതിലുണ്ട്. അനുഗ്രഹ സമ്പൂർണമായ തിരിശേഷിപ്പാകുന്ന നാനായും അതിൽ വെച്ചിരിക്കുന്നു. ഇതിനെ ഒരു പ്രാരംഭമായി നമുക്ക് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. ജാതികൾ വിമോചനത്തിനായി കർത്താവിനെ സ്വീകരിച്ചു. ഇതാ നമ്മിൽ കർത്താവ് അതിന്റെ സ്ത്രീകരണം പൂർത്തിയാകുന്നു. കർത്താവ് എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ തന്നെ. തന്റെ കിരീടം വാടിപ്പോകാതെയും തന്റെ മണവാളത്വം അഴകി പോകാതെയും ഇരിക്കുന്ന സ്വർഗീയ മണവാളനായ കർത്താവ് മണവാളനെ മണവാട്ടിയിൽ സന്തോഷിപ്പിക്കണമേ. മണവാട്ടിയെ മണവാളനിൽ സന്തോഷിക്കുമാറാകട്ടെ. അവർക്ക് തോഴ്മക്കാരായി നിൽക്കുന്നവർ അവരുടെ നന്മകളിൽ അവരോട് ബന്ധപ്പെട്ടിരിക്കട്ടെ. തന്റെ വായ്മയിൽ മഹത്വമുള്ളവനായ ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ നമ്മുടെ ഈ സമൂഹത്തിൽ മുഴുവനും താൻ ആനന്ദിപ്പിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരു കോട്ടയായിരിക്കണമേ. നാം പ്രാർത്ഥിക്കുന്നതോടുകൂടി സമാധാനം ഒരുമിച്ച് കുടിക്കുന്ന ഭക്ഷിക്കുന്ന അവരുടെ ആദ്യം പരിശുദ്ധമായിട്ടുള്ള ഈ ഗ്യാസിയെ വാഴ്ത്തുകയാണ്. ലോകങ്ങളുടെ നാഥനെ നീതിമാനായ പ്രത്യാശയും പരിശുദ്ധവും ആരാധനയുടെ ഇഷ്ടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നവനെ ശൈശവത്തിൽ വളർത്തുവാനും വിവരത്തെ പ്രസവിപ്പാനും വാർത്തകളിൽ നാമമായ അവിടുത്തെ ഭക്തരുടെ സമൂഹത്തിന്മേലും അനേകരെയും കരുണയും സദാശിപ്പിക്കണമേ. സർവ്വനാമനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. ഈ സമയം വിവാഹത്തിന്റെ ഏറ്റവും പ്രകടമായ ചടങ്ങുകളിലെ ഒന്നാണ് പരിശുദ്ധമായ മോതിരം. ഈ മോതിരത്തെ ഒരിക്കലും
മോതിരത്തെ വാഴ്ത്തണമേ. ഈ അങ്ങേ കൃപയാലിനെ സ്വീകരിക്കുന്ന മണവാട്ടിയെ നീ ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ ഈ മോതിരം ദൈവോദ്ദേശത്തിന്റെ പരിശുദ്ധ ലക്ഷ്യമായി തീരുന്നതിനെ പരിശുദ്ധ സഭയെ സ്വർഗീയ മണവാളനെ വിവാഹം ചെയ്യുന്ന തിരുശരീര രക്തങ്ങൾ നൽകുന്ന പ്രതീകങ്ങളാകുന്ന മോതിരമിതാകുന്നു. വിശ്വാസി പിതാക്കന്മാരുടെ തലവനുമായ അബ്രഹാമിനെ സാറായിൽ നിന്നാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടുവോ ആ മോതിരമിതാകുന്നു. വിശ്വസ്തനായ ഏലിയാസ് സഹോദരന്റെ സഹായിക റബേക്കയിൽ നിന്നാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടുവോ ആ മോതിരമിതാകുന്നു. ഇസ്രായേലിൽ നിന്ന് വരുന്ന നാമമുള്ള യാക്കോബ് റാഹേലിൽ നിന്നാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടുവോ ആ മോതിരമിതാകുന്നു. മോതിരമുദ്ര രക്ഷാദുർഗ പ്രതീകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പൗരോഹിത്യവും രാജ്യത്വവും പ്രാപിക്കുന്നത് മോതിരമുദ്രയാണല്ലോ. രാജ്യകൊട്ടാരങ്ങൾ മുദ്രിതമാകുന്നതും തുറക്കപ്പെടുന്നതും ഈ മോതിരം വഴിയാണല്ലോ. മോതിരമേ നീ എത്ര മനോഹരതയും വിസ്മയവുമാണ്. ഈ വഴിയായി സ്ത്രീകൾ പുരുഷന്മാർക്ക് വിവാഹം ചെയ്യപ്പെടുന്നു. പുരുഷന്മാർ മണവാട്ടികൾമാരായിത്തീരുന്നു. മോതിരം വഴിയായി ഭക്തർക്ക് സത്യത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്ന അങ്ങേ പരിശുദ്ധന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രാർത്ഥനകളാൽ ഈ മോതിരത്തെ നീ വാഴ്ത്തണമേ. അങ്ങേ ഭക്തനായ ദമ്പതിമാരിൽ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ വാളുകളാൽ ഈ ആരാധകരെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും പരിശുദ്ധ ശ്രീമായുടെ മണവാളന് നൽകുന്ന ഈ വിശുദ്ധ കുരിശ് വെച്ചിരിപ്പോടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ വിവാഹ ശുശ്രൂഷയിൽ വെച്ചിരിക്കുന്നു. നിങ്ങളുടെ രക്ഷകനായ വിശുദ്ധ ശ്രീമായെ ആരാധിക്കുന്നു. തിരുശ്രീമായാൽ വിശ്വത്തിന്റെ മുഴുവൻ മഹത്തായ രക്ഷയുണ്ടായി. ഇതിനാൽ പിശാചുകൾ വിറയ്ക്കുന്നു, അത്ഭുത പ്രവർത്തികൾ നടത്തപ്പെടുന്നു. തിരുസഭാവികൾക്ക് സ്വർഗീയ മണവാളനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടത് ഈ വിശുദ്ധ ശ്രീമായാണ്. ആകാശത്തിൽ കുസ്തന്തിനോസ് രാജാവ് ശ്രീമായാൽ കാണപ്പെട്ട രാജാവ് വിശുദ്ധ ശ്രീമായാൽ തന്റെ പീഡകരുടെ മേൽ വിജയം വരിച്ചു. അമലുക്കരെ വിശുദ്ധ ശ്രീമായാൽ നശിപ്പിച്ചു. ഈ വിശുദ്ധ ശ്രീമാൻ തന്നെ മൽക്കിസദേക്ക് ശ്രീമാജനത്തെ വരച്ചു കാണിച്ചു. വിശുദ്ധ ശ്രീമാൻ തന്നെ ദാനിയേൽ ഘോര മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശുദ്ധ ശ്രീമാൻ തന്നെ ഞങ്ങളുടെ കടുത്തലിലെ രക്തം നൽകിയോ ആ പരിശുദ്ധ ശ്രീമാനാകുന്നു. മണവാളന്മാട്ടിയുടെയും സത്യം ഈ വിശുദ്ധ ശ്രീമായാലൂടെ സ്ഥിരമാക്കപ്പെടുന്നു. സ്നേഹത്തോട് ഐക്യത്തോടു കൂടി ഈ വിശുദ്ധ ശ്രീമായെ ഈ വിശുദ്ധ ശ്രീമായാൽ സ്ഥിരമാക്കപ്പെടുന്നു. അവിടുന്ന് ആനന്ദത്താലും സന്തോഷത്താലും ആഹ്ലാദത്തിലുമായി തീരുമാനമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. വിശുദ്ധന്മാരുടെ കപടങ്ങളിൽ നിന്ന് സ്വീകരിച്ചതായുള്ള പരിശുദ്ധ ജ്ഞാന ഈ സമയം വാഴ്ത്തുന്നു. ഈ വാഴ്ത്തുന്ന പ്രാർത്ഥന തന്റെ ഭരിച്ചു നടത്തുന്ന സർവശക്തനും പരമാനും ദൈവമായ കർത്താവേ, അവിടുന്ന് ഈ പരിശുദ്ധ മൂലം ഈ സ്ത്രീ പുരുഷന്മാരുടെ വിവാഹബന്ധം മുദ്രയിടുന്നു. അങ്ങേ പ്രത്യാശയിന്മേൽ അവിടുത്തെ ആരാധകരായി വധുവരന്മാരിട്ടുള്ള ദാമ്പത്യാടിസ്ഥാനത്തിനാൽ അവിടുന്ന് അലങ്കരിച്ചുറപ്പിക്കണമേ. അവിടുത്തെ ഭക്തരുടെ ഈ വിശുദ്ധ ക്യാസയിൽ അങ്ങേ അനുഗ്രഹങ്ങളും വർദ്ധിതമായ തിരുകൃപ മൂലമുള്ള ഈ ജ്ഞാനങ്ങളുടെ ശക്തിയും ആവസിക്കുമാറാകട്ടെ. ഈ ക്യാസെ സ്വീകരിക്കുന്ന ദമ്പതികൾക്ക് സന്തോഷവും ആനന്ദവും ദീർഘമായ സമാധാനവും ശിഥിലമാകാത്ത പരിപൂർണമായ സ്നേഹവും ഇതിനാൽ അവിടുന്ന് നൽകണമേ. നീണ്ടവരെല്ലാവരുടെ വായപ്പോഴും പിതാവിനും പുത്രനും റൂഹാൽക്കുദിശമായിട്ടും സ്തുതി സ്തോത്രങ്ങൾ ഉയരുമാറാകട്ടെ. വിശുദ്ധ ശ്രീമ മോതിരം വിശുദ്ധന്മാർ
വിശുദ്ധന്മാരുടെ പ്രകടനത്തിൽ നിന്ന് സ്വീകരിച്ച ജ്ഞാന വാഴ്ത്തപ്പെട്ടതായിട്ടുള്ള പരിശുദ്ധ ഗ്യാസ ഇതടങ്ങിയ ഈ ഗ്യാസയിലെ വീഞ്ഞാണ് മണവാളനും മണവാട്ടിയും ഭക്ഷിക്കുന്നത്. അതിനുവേണ്ട പ്രാർത്ഥനകൾ ഈ സമയം ആരംഭിക്കും. ഈ ദിവസബോധനായ പരിശുദ്ധന്മാരുടെ തിരുശേഷികളിൽ നിന്ന് ശിവനെടുത്ത മഹത്തായ പൗരോഹിത്യത്തിന്റെ വിശുദ്ധ ശുശ്രൂഷയാൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വേർതിരിക്കപ്പെട്ടും വിശുദ്ധീകരിക്കപ്പെട്ടും പൂർത്തീകരിക്കപ്പെട്ടും കലർത്തപ്പെട്ടും മുദ്രയിടപ്പെട്ടുമിരിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. ഈ സമയം ഈ പരിശുദ്ധ ഒരു ഭാഗം മണവാട്ടി, തുടർന്ന് മണവാളന്റെയും മണവാട്ടിയുടെയും തോർമ്മക്കാരുടെയും ചുറ്റുതലത്തിൽ പരിശുദ്ധ സ്ലീവായുടെ വലിയ ചിഹ്നം വരച്ച് ഈ യാസ ഒരുമിക്കലിന്റെ പരസ്പരമുള്ള സഹകരണത്തിന്റെ ഒരു പ്രതീകമായിട്ട് നാം ഈ സമയം ഭക്ഷിക്കുന്നു. വന്യവും സുസ്ഥിരമായ വസ്ത്രങ്ങളിൽ മേലുള്ള വാഴ എന്നിവ ഈ സമയം പ്രാർത്ഥനാപൂർവ്വം പുഷ്പങ്ങളെയും പൂക്കളെയും അലങ്കരിക്കുന്നവനെ, പുഷ്പങ്ങളെയും പൂക്കളെയും അലങ്കരിക്കുന്നവനെ, മനുഷ്യ പ്രകൃതിക്ക് പരിപാലനം നൽകുന്നവനെ, അക്ഷയമായ വസ്ത്രങ്ങളാൽ ഈ ലോകത്തെ പുതുക്കുന്നവനെ, മനുഷ്യവർഗത്തിന്റെ പിന്തുടർച്ചയ്ക്കായിട്ട് പരസ്പരം ഇപ്പോൾ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഈ വധുവരന്മാരുടെ വിവാഹ വസ്ത്രങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ ധരിച്ച് ആനന്ദ സമൃദ്ധിയിലെ ക്രിസ്തുവിനെ പുകഴ്ചയാൽ മഹത്വം ഉയർത്തുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. മണവാളൻ മണവാട്ടി ധരിക്കുന്ന വിവാഹ കിരീടങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളാലും ഭൂമിയെ പുഷ്പങ്ങളാലും കിരീടമണിയിക്കുന്നവനെ, ആകാശത്തെ നക്ഷത്രങ്ങളാലും ഭൂമിയെ പുഷ്പങ്ങളാലും കിരീടമണിയിക്കുന്നവനെ, താൻ സൃഷ്ടിച്ചെല്ലാം തന്റെ കൽപ്പനയാൽ നിലനിർത്തുന്നവനെ, ശ്രേഷ്ഠമായ കിരീടങ്ങളാൽ വധുവരന്മാരുടെ ശിരസ്സുകളെ നീ അനുഗ്രഹിക്കണമേ. വാടിപ്പോകാത്ത സ്വർഗീയ കിരീടങ്ങളാൽ അണിയിക്കപ്പെടുവാൻ ദൈവം നൽകട്ടെ. ഇവരുടെ നാമങ്ങളെ മഹത്വദാനങ്ങളാൽ നിറയ്ക്കണമേ. ഈ കിരീടങ്ങളെ ദൈവ സമാധാനവും ആത്മശാന്തിയും ഇവരുടെ വർദ്ധിക്കട്ടെ. അനുഗ്രഹങ്ങളുള്ള പുത്രന്മാരെ ദൈവം അവർക്ക് നൽകട്ടെ. സമ്പൽ സമൃദ്ധി സൗഭാഗ്യങ്ങളാൽ ഇവർക്ക് നൽകപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. നല്ലവനെ, ദയാലുള്ളവനെ, ഉടയവനെ, മഹത്വത്തിന്റെ മഹാരാജാവുമായ സ്നേഹവുമായ എല്ലാ കാലത്തും എല്ലാ നേരത്തും ദൈവങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ പർവ്വതത്തിലേക്ക് ഉയർത്തും, എനിക്ക് സഹായിയോടെ സമുദ്രത്തെ അന്തർവാഹമായ രാജാവുമായിട്ട് വസിക്കുന്നതുമായ മണവാളനുണ്ട്. ഞാൻ എന്റെ പർവ്വതത്തിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം ഇവിടെ നിന്നുവരും. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയിലേക്ക് കർത്താവിന്റെ സ്ഥലത്ത് നിന്ന് വരുന്നു. എന്റെ സഹായം കർത്താവിന്റെ കാലുകൾ
രാജമണവാട്ടിൽ കണ്ടവരുണ്ടോ ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തും. എനിക്ക് സഹായങ്ങളുടെ വരുന്ന പ്രാർത്ഥിക്കുക. നമ്മോടുകൂടി വിവാഹത്തിന്റെ കിരീടം സമയം നൽകുന്ന വിവാഹ കിരീടം ഈ സമയം നൽകുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്തൻ ചങ്കിൽ നിന്നൊഴുകും രക്തം നൽകി സ്ത്രീധനമായി സഭയ്ക്കു. കർത്തൻ വധുവാം സഭയ്ക്കു ശോഭാവസ്ത്രം നൽകി അലങ്കരിച്ചു. കർത്തൻ രക്ഷിത ജ്യോതിസിൻ കിരീടത്തെ കർത്തൻ പാടുവിൻ കർത്തൻ സ്തുതി. എന്തുകൊണ്ടെന്നാൽ പാടുക. വധുവം സുഗന്ധ പുഷ്പം പോലെ ധൂപം പരത്തിവാണു. കർത്തൻ സ്നേഹായാൽ സ്വാതന്ത്ര്യം നേടി സഭ കാബുൽ നഗരത്തിൽ വെച്ച്. കർത്തൻ വെച്ചിത ജ്യോതിസിൻ കിരീടത്തെ വിജയാഘോഷം. ശബ്ദത്തിന്റെ അങ്ങേ മഹത്വദാനം സുഖത്തിലേക്ക് നിന്നുകൊണ്ടിരിക്കുന്നു. ഈ മുതലന്മാരുടെ ശിരസ്സുകളിൽ മേലാം കിരീടം വയ്ക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ പരിപൂരിതമാക്കണമേ. ഇവരുടെ ദാമ്പത്യ മനഃശുദ്ധിയിലേക്ക് വളരുമാറാകട്ടെ. ഇവർ സദാനേരവും ഈ മഹത്വവും ബഹുമാനവും സ്തോത്രവും ആരാധനയും ഉയർത്തുന്നതിനായി ഇവരെ അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികളാക്കണമേ. സർവ്വനാഥനായ പിതാവും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവേ, നിങ്ങളോട് കരുണാകരമേ തുറന്നപേക്ഷിക്കുക.
ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. തന്റെ മണവാട്ടിക്ക് സ്ത്രീധനത്തിന് പകരം വിലയേറെ രക്തം ചൊരിഞ്ഞ സ്വർഗ്ഗമണവാളനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സുവിശേഷമാകുന്ന പാനീയ വിരുന്നിലേക്ക് ഉന്നതത്തിലുള്ളവരെയും ആഴത്തിലുള്ളവരെയും ക്ഷണിച്ചവരായ സ്വർഗ്ഗമണവാളനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. തന്റെ മണവാട്ടിയെ സഭയ്ക്ക് പാനം ചെയ്യുവാനായി സ്വർഗീയ വീഞ്ഞാകത്തിൽ രക്തം ഒഴുക്കുകയും തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെടുന്ന മണവാട്ടിയുടെ അനുഭവത്തിനായി ജീവവിളക്ക് കലർത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. തന്റെ തിരുമണവാളത്വത്തിന് തങ്ങളുടെ മേശയിൽ പന്തിയിരുന്നു ഭക്ഷിപ്പാൻ രാജാവിനെയും ക്ഷണിച്ചെടുപ്പിച്ച സ്വർഗീയ മണവാളനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. തന്റെ ദിവ്യവിവാഹം മനുഷ്യരുമായി നയിക്കും കാത്തുപരിപാലിക്കുന്ന സ്വർഗീയ മണവാളനെ അങ്ങേ പ്രത്യാശ പ്രമാണ പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ഭക്തരായ പൗരന്മാർക്ക് അപങ്കരമായ ഐക്യത്തെ പ്രദാനം ചെയ്യുകയും അവർ ആരംഭിച്ചിട്ടുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്തതിനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. മാറ്റുകയും ക്ഷണിക്കപ്പെട്ടവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളനെ അംഗീകരണങ്ങളാലും തിരുകൃപയാലും ഞങ്ങളുടെ പതി ഭോജനത്തെ സന്തോഷപ്രദമാക്കി തീർക്കുന്നതിനായി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. അവരുടെ കൂട്ടത്തിനുവേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നടത്തുന്ന കാരണവാനായ ദൈവമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സ്വർഗ്ഗത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നതുമായ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, അങ്ങേ കൃപയാൽ ഞങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കുകയും മണവാളനെ മണവാട്ടിയോടുകൂടെയും തോഴ്മക്കാരനെ തോഴ്മക്കാരിയോടുകൂടെയും ക്ഷണിക്കപ്പെട്ടവരെ വിരുന്നുകാരോടുകൂടെയും ഈ ആലയത്തെയും അതെല്ലാവരെയും ഞങ്ങളുടെ സമൂഹത്തെ മുഴുവൻ കാത്തുപരിപാലിക്കുകയും ഞങ്ങളോട് കരുണയുണ്ടാകുകയും ചെയ്യുമാറാകണമേ. സർവ്വജനമേ, നിങ്ങളുടെ ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർദ്ദനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആരാധനയ്ക്കും ആമേൻ. പരിശുദ്ധനായ ബലവാനേ, പ്രാർത്ഥിക്കുക. നമ്മോടുകൂടി സമാധാനം. ഈ ദമ്പതികളുടെ ദമ്പതികളെ സന്തോഷിപ്പിക്കണമേ. സമാധാനായ പിതാവും പരിശുദ്ധാത്മാവുമായല്ലോ. അവിടുത്തെ ഭക്തരായ ദീക്ഷണമായ വർഷിപ്പിക്കണമേ. സമാധാനായ പിതാവും പരിശുദ്ധാത്മാവുമായല്ലോ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളുമായിട്ട് സഭ പറയുന്ന സമയമാണ് ഈ കാലഘട്ടത്തിൻ്റെ വിവാഹത്തെ കുറിച്ചാണ്. പരസ്പരം മുതലുകൾ കൈമാറി താലികെട്ടി മണവാട്ടി മണവാളനെ പരിശുദ്ധ ശ്രീമ കുത്തിക്കൊടുത്ത് അല്ലെങ്കിൽ നൽകിക്കൊണ്ട് മണവാളൻ മണവാട്ടിക്ക് പുടവ മന്ത്ര കൂടി നൽകുന്ന ചടങ്ങാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ചടങ്ങുകളിൽ എല്ലാവരെയും സാക്ഷികളാകാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. Lights out, you're not here holding me. I count every tear down my cheek instead of sheep.
mistakes made on walks. Bad dreams might not need anything, but you seem not to need anything. I try to live in black and white, but I'm so bored. I lie to me now when I say I'm over you. മണവാളനും മണവാട്ടിയും കർത്താവ് ശുശ്രൂഷ അറിയിക്കട്ടെ. മണവാളനും മണവാട്ടിയും വൈദികന്റെ മുമ്പിലെ മുത്തുന്നിൽ നിന്ന് അവർക്കുള്ള അനുഗ്രഹങ്ങൾ വാങ്ങി ഇവർ രണ്ടുപേരും വിശുദ്ധ മർവാഹയുടെ മുമ്പിലെ മുട്ടുകളെ മടക്കി പ്രാർത്ഥനാപൂർവം അവരുടെ ജീവിതം ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയം ആദ്യമായിട്ട് മണവാളൻ വൈദികന്റെ മുമ്പിൽ മുട്ടുകളെ മടക്കി പരിശുദ്ധ ശ്രീവായിൽ നിന്നുള്ള അനുഗ്രഹത്തെ സ്വീകരിക്കുന്നു. തന്റെ ശിരസ് ആചാര്യന്റെ മുമ്പിൽ താഴ്മയോടെ ഉന്നയിച്ചിരിക്കുന്നവനായ ദൈവമാവാക നമ്മുടെ ദൈവമായ കർത്താവ് തങ്ങളുടെ ശിരസിനെ മറ്റുള്ളവർക്ക് മുൻപിൽ ഉയർത്തുമാറാകട്ടെ. ഇഹപര ലോകങ്ങളിൽ കർത്താവ് തങ്ങളെ പ്രശോഭിപ്പിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹ വർഷം തങ്ങളുടെ മേലിൽ ഉണ്ടായിരിക്കട്ടെ. താങ്കൾക്കൊരിക്കലും മറ്റൊരാളിൽ നിന്ന് വായ്പ വാങ്ങാനായിട്ടവർ നൽകാതിരിക്കട്ടെ. മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കുന്നതിന് താങ്കൾക്ക് കഴിയുമാറാകട്ടെ. തങ്ങളുടെ ജീവിത നടപ്പുകൾ കർത്താവിനാൽ നയിക്കപ്പെടട്ടെ. അവൻ തങ്ങൾക്ക് എപ്പോഴും കാവലായിരിക്കട്ടെ. താങ്കൾ ആരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങളിലും കർത്താവ് അഭ്യുദയം വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ക്രിയകളിലും കർത്താവ് നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് നടത്തട്ടെ. എല്ലാത്തിലും താങ്കൾ വിജയശാലിനായി സൽപ്പേരോടെ രഹസ്യമായും പരസ്യമായും പ്രശോഭിപ്പിക്കട്ടെ. തങ്ങളുടെ കൈകൾ ധനസമ്പുഷ്ടമായിരിക്കട്ടെ. ശരീരത്തിലും ആത്മാവിലും തങ്ങൾ സൗഖ്യമുള്ളവരും ആരോഗ്യപൂർണമായിരിക്കട്ടെ. പ്രകാശശ്രീമായുടെ തങ്ങൾക്ക് രാവും പകലും അഭയസ്ഥാനവുമായിരിക്കട്ടെ. തങ്ങളുടെ കുടുംബം ദൈവസന്നിധിയിൽ സംതൃപ്തവും ആനന്ദസമ്പൂർണവുമായിരിക്കട്ടെ. ദിവ്യജാലത്താൽ തങ്ങളുടെ എല്ലാ സ്നേഹിതന്മാർക്ക് മുൻപിൽ തങ്കം പോലെ പ്രശോഭിപ്പിക്കട്ടെ. എല്ലാ സ്നേഹിതന്മാർ കർത്തൃകാരുണ്യം തങ്ങളുടെ പാദങ്ങളുടെ പ്രകാശങ്ങളുടെ പാതയിൽ തീരുമാറാകട്ടെ. നിന്റെ ഭവനവും സമ്പാദ്യവും നിന്റെ മണവറയും നിന്റെ ശയയും എന്നും അനുഗ്രഹീതമാകട്ടെ. തങ്ങളുടെ നിദ്ര ആശ്വാസ സമ്പൂർണമായിരിക്കട്ടെ. ശക്തിയിൽ നിന്ന് ശക്തിയിലേക്കും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കും പദവിയിൽ നിന്ന് പദവിയിലേക്കും ഐശ്വര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്കും തങ്ങൾ ഉയരുന്നതിന് ദൈവം തങ്ങൾക്ക് തുണയാകട്ടെ. ദാവീദ് രാജാവിനെ പോലെ പുസ്തകത്തിനോ ചക്രവർത്തിയെ പോലെ കർത്താവ് തങ്ങൾക്ക് പദവിയും മഹിമയും സൽപ്പേരും നൽകി വർദ്ധിപ്പിക്കട്ടെ. തങ്ങളുടെ മേശയ്ക്ക് ചുറ്റും തങ്ങളുടെ സന്തതികൾ ശോഭയുള്ള ഒലിവ് വൃക്ഷം പോലെ നിന്റെ മേശയ്ക്ക് ചുറ്റും വളരുമാറാകട്ടെ. ഈ ലോകത്തിലെ തങ്ങളുടെ എല്ലാ കാര്യത്തിലും രാത്രിയാകട്ടെ പകലാകട്ടെ ദുഷ്ടനായ സാത്താൻ തങ്ങളോട് അടുക്കാതിരിക്കട്ടെ. അധികാരികൾക്ക് തങ്ങൾ പിതാവായി തീരട്ടെ. തങ്ങളുടെ സന്തതികളുടെ കൂട്ടത്തിൽ പുരോഹിതന്മാരുണ്ടാകട്ടെ. അബ്രഹാമിന്റെ കുടുംബം പോലെ തങ്ങളുടെ കുടുംബം മാന്യതയും എല്ലാവരുടെയും മുമ്പിൽ നിൽക്കട്ടെ. ജോസഫിന്റെ മക്കളായ എഫ്രായിമിനെയും മനേശയെയും പോലെ ദൈവം തങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപരിപാലനം തങ്ങൾക്ക് ചുറ്റും കോട്ടയായിരിക്കട്ടെ. തങ്ങളുടെ സൽപ്പേര് പ്രധാനികളുടെ ഇടയിലും ഭരണാധിപന്മാരുടെ ഇടയിലും പ്രചരിക്കുമാറാകട്ടെ. തങ്ങളുടെ സന്തതികൾ എല്ലാവരും ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിതനായ പ്രാപിക്കട്ടെ. സ്തോത്ര സമ്പൂർണമായ അനുഗ്രഹങ്ങളെല്ലാം ദൈവം ദീർഘമാധാനമായി തങ്ങളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. എന്നും ദൈവം തങ്ങളിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളോവേ. നീതിമാന്മാരെ വാഴ്ത്തിയ ദൈവം കിരീടം ധരിച്ചിരിക്കുന്നവനായ മണവാട്ടിയെ അനുഗ്രഹിക്കണമേ.
ഉൾപ്രകാശത്താൽ ഇവളെ സന്തോഷിപ്പിക്കുകയും ശരീര സൗന്ദര്യത്താൽ ഇവളെ ആലങ്കൃതയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവരുടെ ഭർത്താവിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള നന്മകൾ ഇവരുടെ ഗൃഹപ്രവേശം മൂലം അവിടുന്ന് അവൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവൾ ഭർത്താവ് ഒന്നിച്ച് കുടുംബത്തെ വഴക്കും വാക്താത്വവും കൂടാതെ നയിക്കുമാറാകട്ടെ. ഇവരുടെ സൽപ്പേരും മഹിമയും സ്വസർഗികളുടെ ഇടയിൽ ധാരാളമായി വർദ്ധിക്കട്ടെ. ഇവൾക്ക് ഹൃദയ സന്തോഷം നൽകണമേ. ഇവരുടെ ഹൃദയങ്ങളുടെ പ്രകാശം വർദ്ധിതമാക്കണമേ. രോഗങ്ങളിൽ നിന്ന് മുക്തയായി ഇവൾ ആത്മാവിൽ പ്രശോഭിക്കട്ടെ. ഇവൾ മണവാട്ടികൾക്ക് മാതൃകയായി തീരണമേ. പുരോഹിതന്മാരാലും ശമാശന്മാരാലും ഇവൾ പുകഴ്ച പ്രാപിക്കട്ടെ. ശരീരാരോഗ്യത്തിലും മനസ്സിന്റെ പരിപക്വതയാലും ഇവരുടെ മുഖ സൗന്ദര്യത്തെ കർത്താവെ വർദ്ധിപ്പിക്കണമേ. സൽപ്പേര് സമ്പാദിച്ച് ശാന്തി നിറഞ്ഞ ജീവിതം ഇവൾക്ക് നൽകണമേ. അത്യുന്നതങ്ങളിൽ നോക്കി എവിടുത്തെ ദാസിയെയും അവളുടെ ഭർത്താവിനെയും അനുഗ്രഹിക്കണമേ. അങ്ങേ വലങ്കയാൽ നിർമ്മിക്കപ്പെട്ടവരുടെ ദീർഘയാൽ നീ കാത്തുകൊള്ളണമേ. ജഗത്തിൽ നിന്നും ജാതിയിൽ നിന്നുമുള്ള നീതിമാന്മാരായ എല്ലാ സ്ത്രീരത്നങ്ങൾക്കും ഇവൾ ഒരു കണ്ണാടി കണക്കിയായിരിക്കട്ടെ. അവരോട് പ്രിയമുള്ള മറ്റുള്ളവർക്ക് പുണ്യസ്മരണയ്ക്കായി നിലനിൽക്കാൻ സഹായിക്കണമേ. ഇസ്ഹാക്കിനെന്ന പോലെ ഇവരുടെ മക്കളെ വളർത്തണമേ. റിബേക്കയെ വാഴ്ത്തിയ പോലെ ഇവളെ അനുഗ്രഹിക്കണമേ. യാക്കോബിനെ പോലെ ഇവരുടെ മക്കളെ കാത്തുകൊള്ളണമേ. റാഹേലിന്റെ സൗന്ദര്യത്തിലേക്ക് ഇവളെ എത്തിക്കണമേ. ജോസഫിനെ പോലെ ഇവരുടെ സന്തതികളെ വാഴ്ത്തണമേ. ലേയെ പോലെ ഇവളെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് മാതാവായി തീരുമാനങ്ങളെ സഹായിക്കണമേ. അങ്ങേ ദൈവശക്തിയാൽ സത്യയെ പോലെ ഇവളെ അനുഗ്രഹിക്കണമേ. ഇവരോടൊന്നിച്ച് അങ്ങേ സമാധാനം ഇവരുടെ കുടുംബത്തിലേക്ക് വരുത്തണമേ. ഇവരുടെ ഭവനങ്ങളിൽ ദിവ്യ ശാന്തി വർദ്ധിതമാക്കണമേ. ഇവരിൽ നിന്ന് പുരോഹിതന്മാരും ശമാശന്മാരും അനുഭവിക്കട്ടെ. ഇവരുടെ സന്തതി പരമ്പരകൾക്ക് വയല്, വീട്, സമ്പത്ത് എന്നിവ അവകാശമായി ലഭിക്കട്ടെ. ഇവരുടെ പുത്രന്മാരും പുത്രിമാരും സുഖ സൗകര്യങ്ങളുടെ സമൃദ്ധിയിൽ ജീവിക്കുമാറാകട്ടെ. ഇവരുടെ ഭർത്താവ് ഇവളെ അത്യന്തം സന്തോഷിക്കട്ടെ. ഇവരുടെ മാതാപിതാക്കൾ ഇവളെ പ്രതി സന്തോഷിക്കട്ടെ. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന മക്കൾ ഇവരുടെ മടിയിൽ വളരുവാൻ ഇവളെ അങ്ങ് സഹായിക്കണമേ. സമൃദ്ധമായ സന്തതി പരമ്പരയെയും ഐശ്വര്യ സമ്പത്തുകളെയും ഇവൾക്ക് നൽകണമേ. ഈ വാഴ്വേല വചനങ്ങളാലും പരിശുദ്ധമായ പ്രാർത്ഥനകളാലും എന്നും എന്നും തലമുറ തലമുറയായി ദൈവദാസി അനുഗ്രഹ സമ്പൂർണ്ണയാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. ഈ സമൂഹത്തിൽ മുഴുവൻ അനുഗ്രഹങ്ങളെ സമ്പൂർണ്ണമായി ഉണ്ടായിരിക്കുവാനാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. ശുശ്രൂഷ അവസാനിക്കുകയാണ്. തുടർന്ന് വിവാഹ രജിസ്റ്റർ വിവാഹ രജിസ്റ്റർ തുടർന്ന് വെച്ച് പ്രാർത്ഥിച്ച് വിവാഹം ചെയ്യുക.